നല്ലൊരു ത്രില്ലറാണ് ടോവിനോയുടെ ഏറ്റവും പുതിയ ചിത്രം ഐഡൻറ്റിറ്റി. ഇതിൻ്റെ എഴുത്ത് അടിപൊളിയായിട്ടുണ്ട്. സ്ട്രൈറ്റ് ലൈനായിട്ട് കഥ പറഞ്ഞു പോകാതെ നോൺ ലീനിയറായിട്ട് കുറേ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. സിനിമ ഭയങ്കര എൻഗേജ്ഡായിട്ട് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ മേക്കിംഗ് എസ്പെഷ്യലി എടുത്ത് പറയേണ്ടതാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ആൻഡ് ഇതിൻ്റെ ഓവറോൾ ആ ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒക്കെ തന്നെ ഗംഭീരമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു എഴുത്തും ഈ ഒരു മേക്കിംഗ് അടിപൊളിയായതുകൊണ്ട് തന്നെ സിനിമ ത്രൂ ഔട്ട് എൻഗേജിങ് ആണ്. പോരെ തന്നെ ഇവിടെ ഈ തൃഷ പോലെ അല്ലെങ്കിൽ ടോവിനോ ഇങ്ങനത്തെ മെയിൻ വലിയ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടുള്ള റോളും കൊടുത്തിട്ടുണ്ട്. ഐ തിങ്ക് തൃഷയുടെയാണ് കുറച്ചും കൂടി സ്ക്രീൻ പ്രസൻസ് കുറവുള്ള ഒരു ക്യാരക്ടർ. ബാക്കിയുള്ളവരുടെയൊക്കെ ക്യാരക്ടറൈസേഷനും എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ടോവിനോടൊക്കെ ക്യാരക്ടർ നമ്മൾ അധികം കണ്ട് ശീലിച്ചിട്ടില്ലാത്ത മൂപ്പർ അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ആൻഡ് അതിൽ തന്നെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വെച്ച് സിനിമ എൻഗേജിങ് ആയിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് പോകുന്നുണ്ട്. അവസാനം വരുന്നൊരു ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. ഒരു ആക്ഷൻ ബാക്ക്ഡ് മൂവി ഒന്നുമല്ല. നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടിട്ടുള്ളൊരു സാധനമില്ല. ഒരു ഫ്ലൈറ്റ് വെച്ചിട്ടുള്ളൊരു പ്രീ ക്ലൈമാക്സ് ഒക്കെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ളൊരു സാധനമാണത്. അത് എനിക്ക് ഈ സിനിമയിൽ ഭയങ്കരമായിട്ട് വർക്കായി. അത് നന്നായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ ആക്ഷൻ സീക്വൻസ്. പക്ഷേ ആക്ഷന് വേണ്ടിയിട്ടല്ല ഈ സിനിമ കാണുക. ഇതിന് അതിൻ്റേതായ ഒരു കഥാപറച്ചിൽ ശൈലിയുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡ് നന്നായിട്ട് എൻഗേജ് ചെയ്ത സിനിമ ഒരു നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് മോഡിൽ ഇങ്ങനെ സിനിമ പോകുന്നുണ്ട്. അതിനിടയിൽ അത്യാവശ്യത്തിന് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ച് ഈ ഉള്ള ക്യാരക്ടേഴ്സിനെ തന്നെ റിവോൾവ് ചെയ്ത് അതിലേക്ക് ഇന്ന് വേറെ അനാവശ്യമായിട്ടുള്ള സബ് പ്ലോട്ടുകളൊന്നും കൊടുക്കാതെ വേണമെങ്കിൽ ഈ മെയിൻ പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടറുകളുടെ പാസം അല്ലെങ്കിൽ പിന്നെ കുറേ അനാവശ്യമായിട്ടുള്ള കുറേ പാട്ട് സീനുകൾ അല്ലെങ്കിൽ ഈ മെയിൻ ക്യാരക്ടേഴ്സിന് വേണമെങ്കിൽ ഒരു ലവ് സ്റ്റോറി ഇതൊക്കെ വേണമെങ്കിൽ സിനിമയിൽ കുത്തിക്കയറ്റി വെച്ച് ഈ ഒരു പക്ക കൊമേഴ്ഷ്യൽ സാധനമാക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ നീറ്റായിട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഒരു നല്ല വാച്ച് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ സ്ഥിരം ഒരു ടെംപ്ലേറ്റ് ഉണ്ടല്ലോ, ആ ഒരു ടെംപ്ലേറ്റിൽ ഒതുങ്ങുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇതിൽ വെക്കാൻ പറ്റുന്ന കുറേ ഗ്യാപ്പുകളുണ്ടായിരുന്നു. വേണമെങ്കിൽ ഈ രണ്ട് ക്യാരക്ടേഴ്സ് നമ്മൾ ഒരു കെമിസ്ട്രി ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഒരു റൊമാൻസ് വേണമെങ്കിൽ എവിടെയും പോയിട്ട് ഒരു ഡാൻസ് കളിക്കാം, അങ്ങനത്തെ കുറേ സ്പേസ് ഇതിലുണ്ട്. അതൊന്നും തന്നെ വെക്കാതെ നീറ്റായിട്ട് പറയാനുള്ളൊരു കഥ ഇതാണ്. അത് ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് കഥ പറഞ്ഞു തീർക്കുകയും വേണം. ആ ഒരു ടൈം ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളൊരു പടം. പക്ഷേ ഒരു മാരക ഐറ്റം അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ കാണാത്തൊരു പടം എന്നൊന്നുമില്ല. നമ്മൾ കുറച്ചൊക്കെ നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. ഒരു സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാണ് ഈ സിനിമ ഇനി ഇങ്ങോട്ട് പോകുന്നതൊക്കെ. ബട്ട് സ്റ്റിൽ ഇവരുടെ നല്ല പെർഫോമൻസും തന്നെ ആ ഒരു സ്റ്റോറി ലൈൻ്റെ ഒഴുക്കുള്ളത് കൊണ്ട് ത്രൂ ഔട്ട് ഇങ്ങനെ കണ്ടിരിക്കും. ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു വട്ടം കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഐഡൻറ്റിറ്റി. ഓൾറെഡി ഈ ഒരു സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഈ സിനിമ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.